വെൽക്കം ടു ദി വിന്നേഴ്സ് അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദി നക്കിൾസ് എന്ന ലെസന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. വൈ വാസ് മാൻഡേൽ ലോയ്സൽ അൺഹാപ്പി വിത്ത് ഹർ ലൈഫ്? മാഡം ലോയ്സൽ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ സന്തുഷ്ടരായിരുന്നത്? ബിക്കോസ് ഷീ ഫെൽറ്റ് ഷീ വാസ് ബോൺ ഫോർ ലക്ഷറി ആൻഡ് ബ്യൂട്ടി ബട്ട് ലിവ്ഡ് വിത്ത് എ മോഡസ്റ്റ് live with a clerk husband. താൻ ആഡംബരത്തിനും സൗന്ദര്യത്തിനും വേണ്ടി ജനിച്ചതിനാൽ തോന്നിയെങ്കിലും ഒരു ക്ലർക്കിന്റെ ഭാര്യയായി സാധാരണ ജീവിതം നയിക്കേണ്ടി വന്നതുകൊണ്ടാണ്. വാട്ട് വാസ് മോൺസ്റ്റർ ലോയ്സൽസ് ജോബ്? മോൺസിൽ ലോയ്സിന്റെ ജോലി എന്തായിരുന്നു? ഹി worked as a clerk in the board of education. വിദ്യാഭ്യാസ വകുപ്പിൽ ഒരു ക്ലർക്ക്. What was saved for the gun? How was it spent? തോക്ക് വാങ്ങാൻ വെച്ചിരുന്ന പണം എന്തിനു ഉപയോഗിച്ചു? 400 francs saved to buy a gun were instead spent to buy Madeline a gown. 400 ഫ്രാങ്ക് തോക്ക് വാങ്ങാൻ വെച്ചിരുന്നത് മാദലിന്റെ ഗൗൺ വാങ്ങാൻ ഉപയോഗിച്ചു. 8.2 വൈ ഡിഡ് മാൻ ലോയ്സിൽ ബോറോ എ നെക്കിൾസ്? മാദലിന്റെ എന്തുകൊണ്ടാണ് മാല കടം വാങ്ങിയത്? ഷീ ഫെൽറ്റ് her gown alone was not enough and wanted jewelry to look glamorous at the ball. ഗൗൺ മാത്രം പോരാവിരുന്നിൽ ഗ്ലാമറായി തോന്നാൻ ആഭരണം വേണമെന്ന് തോന്നിയതുകൊണ്ട്. Who lent her the necklace? ആരാണ് അവൾക്ക് മാല തന്നത്? Her wealthy friend Madame Forrester. അവളുടെ സമ്പന്നരായ സുഹൃത്ത് മാഡം ഫോറസ്റ്റർ. 8.3 ഡിസ്ക്രൈബ് മാൻഡലി അറ്റ് ദ ബോൾ. വിരുന്നിൽ മാൻഡിൽഡ് എങ്ങനെയായിരുന്നു? ഷി വാസ് ബ്യൂട്ടിഫുൾ, എലഗന്റ് ആൻഡ് അഡ്മയർഡ് ബൈ ഓൾ, ബിക്കമിങ് ദി സെന്റർ ഓഫ് അട്രാക്ഷൻ. അവൾ സുന്ദരിയും മനോഹരിയും എല്ലാവരുടെയും ശ്രദ്ധേയവുമായിരുന്നു. How long did they stay at the ball? എത്ര നേരം അവൾ വിരുന്നിൽ നിന്നു? പുലർച്ചെ 4 മണി വരെ. Till 4 AM. Why did Mandli rush away quickly? Because she did not want others to see her shabby cloak, which would reveal her modest status. മാദലിന്റെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇറങ്ങിപ്പോയത്? തന്റെ പഴയതും കീറിയതുമായ ഷാൾ മറ്റുള്ളവർ കാണരുത്, തന്റെ ദരിദ്രാവസ്ഥ വെളിപ്പെടരുത് എന്ന് കരുതിക്കൊണ്ട്. ക്വസ്റ്റ്യൻ 8.4 When did Madeline Loisel discover the necklace was lost? മാല നഷ്ടപ്പെട്ടത് മാദിൽഡ് എപ്പോഴാണ് മനസ്സിലാക്കിയത്? അറ്റ് ഹോം ആഫ്റ്റർ റിമൂവിംഗ് ഹർ ക്ലോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ. വീട്ടിൽ നിന്ന് കണ്ണാടിയുടെ മുന്നിൽ ഷാൾ അയച്ചപ്പോൾ. വാട്ട് ഡിഡ് മോൺസ്റ്റർ ലോയ്സൽ സോ ഇമ്മീഡിയറ്റ്ലി? ഹി സ്കാറ്റർഡ് ഫോർ ഇറ്റ് ഓൺ ദി സ്ട്രീറ്റ് and retraced their steps and report the police and cab officers. മോയ്സൺ ലോയ്സൽ ഉടനെ എന്തു ചെയ്തു? തെരുവിൽ തിരഞ്ഞു, പോയ വഴി മുഴുവൻ തിരികെ നടന്നു, പോലീസും കാബ് ഓഫീസിലും റിപ്പോർട്ട് ചെയ്തു. 8.5 ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ഹൗ മച്ച് ഡിഡ് ദ ന്യൂ നെക്കിൾസ് കോസ്റ്റ്? 36,000 francs, 80,000 their saving plus 80,000 borrowed. പുതിയ മാലയ്ക്ക് എത്ര രൂപയായി? 36 ലക്ഷം
ഫ്രാങ്ക്. അതിൽ 18,000 അവരുടെ സേവിങ്സിലും 18,000 കടവും. Why was Monster Loisel lived when Ma'am Forrester did not open the case? മാഡം ഫോറസ്റ്റർ പെട്ടി തുറന്നിട്ടില്ലായതിനാൽ മോൺസർ ലോയ്സൽ എന്തുകൊണ്ടാണ് ആശ്വസിച്ചത്? Because the replaced necklace would not be discovered immediately. അവർ മാച്ച് നൽകിയ മാല ഉടനെ കണ്ടുപിടിക്കുമില്ലെന്ന് കരുതിയതുകൊണ്ട്. In question 8.6, how did the couple repay the debt? By working for 10 years, Madeline did hard housework and her husband took extra job at night. ദമ്പതികൾ എങ്ങനെയാണ് കടം വീട്ടിയത്? 10 വർഷം കഠിനാധ്വാനം ചെയ്തു. മാദിൽഡ് വീട്ടുജോലി ചെയ്തു. ഭർത്താവ് രാത്രിയിൽ അധിക ജോലി ചെയ്തു. How long did they stay at the ball? Till 4 a.m. Where did they live during the time? In a poor garret അല്ലെങ്കിൽ attic room. ഒരു ദരിദ്രമായ attic റൂമിലായിരുന്നു. What change came over Madeline after 10 years? 10 വർഷത്തിന് ശേഷം മാദിലിൻ എന്ത് മാറ്റം വന്നു? അവൾ പ്രായമായവളും തളർന്നവളുമായി. സൗന്ദര്യം നഷ്ടപ്പെട്ടു. കൈകൾ പരുക്കനായി. She became old, worn out with shabby appearance and coarse hands. അവളുടെ സൗന്ദര്യം എങ്ങനെയാണ് നശിച്ചത്? How had her beauty suffered? She lost her charm and elegant looking rough and aged. അവളുടെ ചാരുതയും ആകർഷണീയമായും നഷ്ടപ്പെട്ട് പരുക്കനും പ്രായമുള്ളവരുമായി മാറി. In question 8.8, whom did Madeline Loisel meet after 10 years? 10 വർഷത്തിന് ശേഷം മാഡം ലോയ്സൽ ആരെയാണ് കണ്ടുമുട്ടിയത്? മാഡം ഫോറസ്റ്ററിനെ. മാഡം ഫോറസ്റ്റർ. What truth did she reveal? അവൾ എന്ത് സത്യമാണ് വെളിപ്പെടുത്തിയത്? നഷ്ടപ്പെട്ട മാലയ്ക്ക് പകരം പുതിയ മാല വാങ്ങി. 10 വർഷം കൊണ്ട് കടം വീട്ടിയെന്നാണ് സത്യം. That they replaced the lost necklace and replayed it over 10 years. ഫോറസ്റ്റിയർ വെളിപ്പെടുത്തിയ ഞെട്ടിക്കുന്ന സത്യം എന്താണ്? What shocking fact did Forrester reveal? അവൾ കടം വാങ്ങിയ യഥാർത്ഥ മാല വ്യാജമായിരുന്നു. അതിന് വിലയേറെ ഇല്ലായിരുന്നു. The original necklace was imitation, worth almost nothing. ഇതാണ് ഈ കഥയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. എല്ലാവരും വായിച്ചു പഠിച്ച് മനസ്സിലാക്കുക. ഈസിയാണ്. Thank you all.